ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഈ പൊന്നുമോൾ മരണത്തിൽ നിന്ന്, വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇത് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ആ വലിയ മതിൽക്കെട്ട് ആ കുട്ടിയുടെ 1, 2, 3 ഇരട്ടി വലിപ്പമുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ പെട്ടാൽ ഒരിക്കലും ആ കുട്ടി രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇത് വീടിൻ്റെ ആവട്ടെ, അതല്ല മറ്റു പള്ളിയുടെ, മദ്രസയുടെ, ഏത് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ഏത് വലിയ മഹാന്യതാവട്ടെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ പറമ്പ് ഭദ്രമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട് ഭദ്രമാക്കാൻ വേണ്ടി വലിയ മതിൽക്കെട്ട് അങ്ങ് കെട്ടിയിടും. അതിൻ്റെ അടിയിലൂടെ തോട് പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ട് അത് ശക്തി കുറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഒരുപാട് കാലം പഴക്കമായിട്ടുണ്ടോ, ഇതൊന്നും നോക്കാൻ നമ്മൾ തയ്യാറല്ല. നമുക്ക് നമ്മുടെ സമ്പത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സംരക്ഷണം മാത്രമാണ് വലുത് എന്ന് കരുതുന്ന ഒരുപാട് അവസ്ഥകളാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. ഇപ്പം ആ കുട്ടി ആ മതിൽക്കെട്ട് വീഴുന്ന സമയത്ത് ഏതോ ഒരു അദൃശ്യ ശക്തി അപ്പുറത്തേക്ക് ഓടിച്ചതുപോലെ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഒരു വാഹനം ആ ഏതെങ്കിലും ഭാഗത്തുനിന്ന് കടന്നു വരുന്നുവെങ്കിൽ ആ വാഹനം ഇടിച്ച കുട്ടി തെറിക്കും. ആ വാഹനത്തിൻ്റെ ഉടമയും ഇടങ്ങറാകും. അതുപോലെ തന്നെ ആ പൊന്നുമോളുടെ മാതാപിതാക്കളും സങ്കടപ്പെടേണ്ടി വരും. നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ കൂടുതലായി മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കേണ്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും അങ്ങനെയല്ല. ഇപ്പം ചില വീടുകളിലൊക്കെ നോക്കിയാൽ കാണാം, അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് റോട്ടിലേക്ക് വലിയ വൃക്ഷങ്ങൾ, അതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതും ഉണങ്ങിയതും അതുപോലെ തന്നെ പട്ടയോ അല്ലെങ്കിൽ പച്ചയായിട്ടുള്ള ഇലകളോ ഇല്ലാതെ ഒരുപാട് വർഷങ്ങളായി ഉണങ്ങി നിൽക്കുന്നതായേക്കാം. അത് വല്ല വാഹനത്തിൻ്റെ മുകളിലേക്കൊക്കെ വീണതിന് ശേഷമാണ് മുറിച്ചു മാറ്റുന്നത്. ആ വാഹനത്തിലുള്ളവർ മരിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുതലിൽ ഒരുപാട് നാശം സംഭവിക്കുകയോ ചെയ്തതിന് ശേഷം മുറിച്ചു മാറ്റിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാലപ്പഴക്കം ചെന്ന് ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് പൊളിക്കാതെ കിടക്കുന്നത്. അതങ്ങനെ ഇട്ടിട്ട് അവസാനം ആ ബിൽഡിങ് തകർന്ന് വീണിട്ട് ആരുടെയും ജീവനോ അല്ലെങ്കിൽ മറ്റുള്ളതിനോ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയത്താണ് അതും പൊളിച്ചു മാറ്റാറ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ ജീവനേക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില കൊടുക്കണം. നമ്മുടെ ജീവന് വില കൊടുക്കേണ്ടതല്ല പറയുന്നത്, പക്ഷെ നമ്മൾ കാരണമായിട്ട്, നമ്മളുടെ ഏതെങ്കിലും ഒരു സ്വത്ത് കാരണമായിട്ട് മറ്റുള്ളവരുടെ ജീവന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു തീരാ ദുഃഖമായി മാറും. മനുഷ്യ മനസ്സുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വല്ലാത്തൊരു രക്ഷ, ഭാഗ്യമാണ് ആ പൊന്നുമോൾക്കുണ്ടായത്. പക്ഷെ ആ റോഡ് മുറിഞ്ഞ് ഓടുന്ന സമയത്ത് വല്ല വാഹനങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ഈ കഥ മാറുമായിരുന്നു. എന്താണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ വീടിന് ചുറ്റുഭാഗത്തുള്ള വലിയ മതിലുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് ചുറ്റുഭാഗത്തുമുള്ള വലിയ മതിലുകളൊക്കെ അടി പോയിട്ടുണ്ടോ, അതല്ലെങ്കിൽ അതിനൊക്കെ തോട് പോകുന്ന സമയത്ത് അതിന് എന്തെങ്കിലും ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എല്ലാവരുടെയും ജീവൻ വിലപ്പെട്ടതാണ്. ആ ഒരു ഓർമ്മ നമുക്കുണ്ടാകും. ഈ കുട്ടിയുടെ ഉമ്മ ഒരു പക്ഷേ ഈ വീഡിയോ കണ്ടാൽ ഒരു പക്ഷേ വല്ലാത്ത സങ്കടം, അല്ലെങ്കിൽ അല്പനേരം ഒന്ന് ശബ്ദിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ ആ ഉമ്മാക്കുണ്ടായിരിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെയൊക്കെ മക്കൾ ഇതുപോലെ പുറത്ത് പോയിട്ട് ഇതുപോലുള്ള അപകടങ്ങളിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ വളരെ വേദനയുള്ളതാകും, സങ്കടമുള്ളതാവും, മറക്കാൻ പറ്റാത്തതാവും. ഇത് തന്നെയാണ് എല്ലാ കുടുംബത്തിൻ്റെയും അവസ്ഥ. ഒരു ഉമ്മക്കും ഒരു ഉപ്പക്കും അല്ലെങ്കിൽ ഒരു സഹോദരനോ സഹോദരിക്കോ അതൊന്നും പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. നമ്മളായി മറ്റുള്ളവർക്ക് ദുഃഖങ്ങൾ കൊടുക്കാതിരിക്കുക. അതിന് കുറച്ചൊക്കെ വാഹനത്തിൻ്റെ സ്പീഡാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വർഷക്കാലമാണ്, വെള്ളം നനഞ്ഞു നിന്നിട്ട് മതിലാവട്ടെ, അതുപോലെ തന്നെ പഴയ മരങ്ങളാവട്ടെ, അതിൻ്റെ ചില്ലകളൊന്നും വെട്ടിയിട്ടില്ലെങ്കിൽ ഒടിഞ്ഞു വിടാൻ സാധ്യത കൂടുതലാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. നമുക്കൊരുപാട് പറമ്പും ഒരുപാട് സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ മറ്റുള്ളവരുടെ ജീവന് വില കൽപ്പിക്കണം. അത് നിർബന്ധമാണ്.